ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ കഴിഞ്ഞ 1-2 വീഡിയോ ആയിട്ട് നമ്മൾ വയനാട്ടിലാണ് കേട്ടോ. അപ്പോൾ അറിയാമല്ലോ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു നമ്മൾ ബാണാസുര ഡാം കാണാൻ വേണ്ടി വരുവാണ്. അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് നമുക്കിപ്പോൾ കയറ്റി വിടത്തില്ല കേട്ടോ, ഡാമിലൊന്നും കയറ്റി വിടത്തില്ല. അങ്ങനെ എല്ലാവരും വളരെ വിഷമിച്ചിട്ട് ഡാമിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. ആ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. പിന്നെ വെച്ചാൽ നമുക്ക് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോകാനും പറ്റത്തില്ല, കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം അല്ലേ. അങ്ങനെയുള്ളൊരു യാത്രയായിപ്പോയി. പിന്നെ ഷാഫിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. നമ്മൾ ഷാഫിക്ക് കുറേ സ്ഥലങ്ങൾ കാണണമെന്നൊക്കെ ആഗ്രഹിച്ച് വന്നതാണ്, പക്ഷേ പോകാൻ പറ്റത്തില്ല. നമ്മൾ ബാക്കിലുണ്ടോ സൂപ്പർ ഒരു മലയൊക്കെ കാണാം. ഇത് മാനന്തവാടി കുറച്ചും കൂടെ അങ്ങോട്ട് പോകണം അല്ലേ. മാനന്തവാടി കുറച്ചും കൂടെ അങ്ങോട്ട് പോകും. അതിന് ഇങ്ങോട്ടായിട്ടാണ് നമ്മൾ ബാണാസുര ഡാം, അതിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തെ കാഴ്ചയാണ്. ഇവിടെ ചെറിയ ഫുട്ബോൾ ഗ്രൗണ്ട്, പിന്നെ ആ ഡാമിൻ്റെ വിഷ്വലൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിട്ട് സ്വാഗതം. ഗൈസ്, നമ്മളിതാ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം കേട്ടോ. നമ്മുടെ ഡാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ്. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അതാ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ആ ഡാമിൻ്റെ വിഷ്വലൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് അതിലേ കൂടെയാണ് വഴി. ഇതിലേ കൂടെ വഴി പോയിട്ട് മേളിലേ കൂടെ പോയി അവിടുന്ന് എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസിൽ കയറിയിട്ട് നമുക്ക് ഇതിൻ്റെ മേളിലോട്ടൊക്കെ വരാൻ പറ്റുമായിരുന്നു. പക്ഷേ എന്താ പറയുക, കൊറോണ ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റാതായിപ്പോയി. അപ്പോൾ നമ്മൾ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങോട്ട് വന്നു. ഇതാ ഇവിടെ ഒരു ചെറിയൊരു ഫുട്ബോൾ ഗ്രൗണ്ടും ഒക്കെ ആയിട്ടുണ്ട്. നല്ല സീനറി ആണ് കേട്ടോ, നല്ല പച്ചപ്പൊക്കെ ആയിട്ട്. ചെറിയൊരു മഴ പെയ്യാനൊരു ചാൻസ് ഒക്കെ ഉണ്ട്. ഇതാ മേളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇപ്പോൾ മിക്കവാറും മഴ പെയ്യും. പിന്നെ കാറിലായതുകൊണ്ട് ആ ഒരു കാര്യത്തിലൊരു പേടിക്കണ്ട, മഴ പെയ്താലും നമുക്ക് ബുദ്ധിമുട്ടില്ല. നമുക്ക് താഴോട്ട് ഇറങ്ങിയിട്ടേ ആ ഗ്രൗണ്ട്, അതായത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ ഉണ്ട്, അവിടെയൊക്കെ ഒന്ന് പോയിട്ട് വരാം. പോവാ ഷാഫി, വാ. ഷാഫി ഒരു JBLൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുവാണ്. ഇതിലായിട്ട് ഇറങ്ങേണ്ടത്. താഴെ കണ്ടോ? നോക്കി ഇറങ്ങണേ. താഴെ വെള്ളമൊക്കെ കാണാം. ഇത് ഡാം ഓപ്പൺ ആയിരുന്നെങ്കിൽ നല്ല വെള്ളം വന്നത്. താഴെ ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഉണ്ടോ ആടിനെ മേയ്ക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്. ഇതുണ്ടോ, ഡാമിനോട് ചേർന്നുള്ള ഫുട്ബോൾ ഉണ്ട്. സംഭവമൊക്കെ കൊള്ളാം. പിന്നെ ചെറിയൊരു വെള്ളം പോകുന്ന ടണൽ കണ്ടോ, പാസ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ടോ, അതെല്ലാം കാണാം. അപ്പോൾ നമുക്ക് നല്ല പച്ചപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്, സൂപ്പർ കാലാവസ്ഥ കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി ഇറങ്ങണേ. കറക്റ്റ് അലംബാക്കറാണല്ലോ പാട്ടിനനുസരിച്ച്. ഞങ്ങളിങ്ങനെ, ഇത് നോൺ കോപ്പറേറ്റഡ് മ്യൂസിക്കാണ്, അതുകൊണ്ട് വിഷയമില്ല കേട്ടോ. വിഷമിച്ചിരിക്കുന്നു ഷാഫി വെള്ളമില്ലാത്തതുകൊണ്ട് വിഷമിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ പാട്ടും കേട്ടിരിക്കുക കേട്ടോ. വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം ചെറിയ നോൺ കോപ്പറേറ്റഡ് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇതുണ്ടോ, ഇതിലേ കൂടെ ആണ് കാട്. ഇതിലേ കൂടെ പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് ചെറിയ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ ആൾക്കാരൊക്കെ കുളിക്കുന്നത് കാണാം. പിന്നെ വെച്ചാൽ ഇതാ ഡാമിൻ്റെ അടുത്ത് നമുക്ക് എത്താൻ പറ്റും. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫുട്ബോൾ ഗ്രൗണ്ട്. ചെറിയൊരു ഫുട്ബോൾ ഗ്രൗണ്ടും ആടൊക്കെ ഉണ്ട്. 2-3 ആടൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. ആടൊക്കെ മെയ്യുന്ന ഡാം തുറന്നു കഴിഞ്ഞാൽ ഇതിലേ കൂടെയാണ് വെള്ളം പോകേണ്ടത് കേട്ടോ. അപ്പുറത്ത് കണ്ടോ ഒരു അടിപൊളി മല കാണാം. ഇതൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് നേരം ഇവിടെ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ച് നേരെ സുൽത്താൻ ബത്തേരിക്ക് പോകാനുള്ള പ്ലാനാണ്. ഇന്നിപ്പോൾ വേറെ ഒന്നും നടക്കത്തില്ല. അടിപൊളി കാഴ്ചകൾ. ഗൈസ്, അപ്പോഴെന്തായാലും നമ്മളിവിടെ കൂടുതൽ നേരം നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മളിവിടെ മഴ പെയ്യാൻ തുടങ്ങി, നല്ല മഴയുണ്ട്. ക്യാമറയിൽ എത്ര അറിയുന്നില്ല മഴ പെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്പീക്കർ കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ട് നേരെ വണ്ടിക്കകത്ത് കയറിയിട്ട് സുൽത്താൻ ബത്തേരിയിലോട്ട് പോവുകയാണ്. അവിടെയാണ് നമുക്ക് താമസം. ഇനി ഇവിടെ ഒന്നും ശരിയാകത്തില്ല. അപ്പോൾ നമുക്ക് മഴ പെയ്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ വണ്ടി മേളിൽ റോഡാണ്, അവിടെയാണ് വണ്ടിയുള്ളത്. വണ്ടി എടുത്തിട്ട് നേരെ സുൽത്താൻ ബത്തേരി. അപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യാൻ വന്നതാണ്, പക്ഷേ മഴ നമ്മളെ ചതിച്ചു. റിലാക്സ് ചെയ്യാനും പറ്റത്തില്ല. ഓടിക്കോ ഇനി.
എന്തായാലും നമ്മൾ നല്ല മഴയൊക്കെ നനഞ്ഞ് അകത്ത് കയറി കേട്ടോ. അപ്പുറത്താണ് നമ്മൾ നേരത്തെ നിന്ന ഡാം കേട്ടോ, ആ സൈഡിലാണ്. നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മഴയത്ത് നേരെ സുൽത്താൻ ബത്തേരിയിലേക്കുള്ള ഒരു ഡ്രൈവാണ്. എക്കോ ഇല്ലേ? ആ എക്കോ മോഡ് ഇട്ടോളൂ. ഓക്കെ ഓക്കെ, ഇനി നേരെ നമ്മൾ അഞ്ചത്തെ സുൽത്താൻ ബത്തേരി കിട്ടും. അവിടെയാണ് നമ്മൾ ഇന്നത്തെ താമസമൊക്കെ. അങ്ങനെ വയനാട് വന്ന് മഴ കൊണ്ടില്ലെന്ന് വേണ്ടല്ലോ അല്ലേ? അടിപൊളിയായിട്ട് മഴയും കൊണ്ട്. ആ ഷാഫിയൊക്കെ നോക്കിയേ, മഴയൊക്കെ കൊണ്ട് നനഞ്ഞ് വിഷമിച്ചിരിക്കുക. ബ്രോ എന്തായി മഴയത്ത് ഓടി കഥച്ചല്ലേ? ആണോ? അയ്യോ ഷാഫി എന്താ പറ്റിടാ? പൊളി ഷാഫി ഓടി ക്ഷീണിച്ചിരിക്കുക കേട്ടോ. അതെ അതെ. അപ്പോൾ പോട്ടെ. ഓ മഴയത്ത് കാറിനകത്ത് പോകാൻ നല്ല സുഖം കേട്ടോ. മഴ പെയ്യുമ്പോഴാണ് ബൈക്കിൻ്റെ ബുദ്ധിമുട്ട്. ഓ ബൈക്കിനകത്താണെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒന്നും പറയണ്ട. ഏറ്റവും കൂടുതൽ ബൈക്കിൽ മഴ കൊണ്ട ആൾ ഞാനാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ സുൽത്താൻ ബത്തേരി വിടാം. നൈസ് സ്പോട്ട്. മഴയൊക്കെ ഇപ്പോൾ തോർന്ന് ഇപ്പോൾ ചെറിയ വെയിലൊക്കെ വന്ന് ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അവിടെയെല്ലാം നല്ല നെൽപ്പാടത്തിൻ്റെ എല്ലാം എന്താ വെള്ളമൊക്കെ ഒഴിച്ച് വിത്തൊക്കെ വിതറിയിരിക്കുന്നു കേട്ടോ. ഇഷ്ടംപോലെ നെൽപ്പാടങ്ങൾ കാണാൻ പറ്റും നമ്മൾ വയനാട് വന്നു കഴിഞ്ഞാൽ. വീണ്ടും നല്ല അടിപൊളി മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. ബത്തേരിക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 11 കിലോമീറ്ററും കൂടി ഉണ്ട് നമ്മുടെ ബത്തേരി എന്ന് പറഞ്ഞ സ്ഥലത്ത്. വയനാട്ടിൽ ഇപ്പം നല്ല മഴയാണ് കേട്ടോ, സൂപ്പർ മഴ. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടെയ്ൻമെൻറ്റ് സോണൊക്കെ ഉണ്ട്. അപ്പോൾ വരുന്നവരൊക്കെ സൂക്ഷിച്ച് വേണം വരാൻ. പല സ്ഥലങ്ങളും പ്രശ്നമുണ്ട്. ബത്തേരി ബോർഡ് കാണാം. ഇങ്ങനെ മഴയൊക്കെ നനഞ്ഞ് കുളിച്ച ബൈക്കിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ടോ? നമ്മളങ്ങനെ മഴയൊക്കെ നനഞ്ഞ് വന്നിട്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ റൂമിൽ വന്നു വെച്ചാൽ നമ്മുടെ ബത്തേരിയിലാണ്. അപ്പോൾ ബത്തേരിയിൽ വന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഒരു സിനാൻ എന്ന് പറഞ്ഞു, ഞാൻ വീഡിയോ കഥയൊക്കെ പറഞ്ഞ സിനാൻ. അതായത് എൻ്റെ വീഡിയോ ഓൾ ഇന്ത്യ ട്രിപ്പ് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയായിരിക്കും. നമ്മൾ തവാങ്കിൽ വെച്ച് ആർമി ക്യാമ്പിലൊക്കെ താമസിച്ചപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിനാനും ഷെഫീഖും എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ നമ്മുടെ സിനാൻ ഇവിടെ ബത്തേരിയിൽ ഒരു ഷോപ്പുണ്ട് കേട്ടോ. ഒരു അടിപൊളി ഒരു ബൈക്കിൻ്റെ ആക്സസറീസിൻ്റെ ഒക്കെ ഷോപ്പാണ്. അതാണ് നമുക്കൊന്ന് കാണാം. നമുക്ക് സിനാനെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ സിനാനെ വീണ്ടും കാണുന്നത്. അതായത് 1 വർഷത്തിന് ശേഷമാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിവിടെയാണ് നിൽക്കുന്നത്. ഇത് സുൽത്താൻ ബത്തേരിയിൽ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമാണ്. ഈ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് നമ്മളെ ഈ റോയൽ എൻഫീൽഡിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് നമ്മുടെ സിനാൻ്റെ ഷോപ്പ് കേട്ടോ. ഔട്ട്ലോ പിറ്റ് സ്റ്റോപ്പ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറുമ്പോൾ തന്നെ കണ്ടോ ഫുൾ റൈഡിങ് ആക്സസറീസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിതിനകത്ത് പോയിട്ട് നമുക്ക് സിനാനൊന്ന് കാണണ്ടേ? ഷാഫി കയറി അകത്തോട്ട്. കയറുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഉണ്ട് ഒരേ സമയം 6 പേർക്ക് മാത്രം പ്രവേശനം. അപ്പോൾ ഇതാണ് നമ്മുടെ സിനാൻ്റെ ഷോപ്പ്. ഞാൻ സിനാനൊന്ന് പരിചയപ്പെടുത്തരാം കേട്ടോ. സിനാൻ ഹായ്. അപ്പോൾ സിനാൻ ചിലവർക്ക് അറിയത്തില്ലായിരിക്കും ഇപ്പം വീഡിയോ കാണുന്നവർക്ക്. പക്ഷേ നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് കണ്ടിട്ട് എന്തായാലും സിനാൻ അറിയാൻ വഴിയുണ്ട്. നമ്മളെവിടെയായിരുന്നു? അതെ. പിന്നെ ആ മ്യൂസിക്കിന്റെ വോളിയം ഒന്ന് പറയാമോ? ആ തവാങ്ങില് നമ്മളെ 4-5 ദിവസം ഉണ്ടായിരുന്നല്ലേ? നമ്മളെ ഇന്ത്യ ചൈന ബോർഡറിൽ പോയതും അന്നെല്ലാം ഉണ്ടായിരുന്നു. അപ്പം അന്നേ പറയായിരുന്നത് നമ്മൾ വയനാട് വരുവാണെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പം സിനാൻ ഇവിടെ ഒരു ബൈക്കിന്റെ ആക്സസറീസിന്റെ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഷോപ്പ്. ഷോപ്പിന്റെ പേര് എന്താ പറയുക? ഷോപ്പിന്റെ പേര് ഔട്ട്ലോ പിറ്റ് സ്റ്റോപ്പ് എന്നാണ്. ഔട്ട്ലോ പിറ്റ് സ്റ്റോപ്പ്. അതെ. വീട് ഇവിടെ തന്നെ അടുത്ത് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ബത്തേരി ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ. ഓക്കെ. പിന്നെ സിനാൻ ഇപ്പോൾ ഒറ്റയ്ക്കുള്ള അവിടെ ഇത് സ്റ്റാഫാണോ? അല്ല, ഫ്രണ്ടാണല്ലോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഷാഫിയുടെ സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എല്ലാത്തരം സാധനങ്ങളും ഇതിനകത്ത് കാണാം കേട്ടോ. ഫുള്ള് മേളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഹെൽമെറ്റുകളാണ്. ഓരോന്നൊക്കെ കാണിക്കാമോ? എന്തൊക്കെ സെക്ഷനൊക്കെ വന്ന് കാണിക്കാമോ? ഒരു 1000 റേഞ്ച് മുതൽ ഹെൽമെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ISI ഒറിജിനൽ ബ്രാൻഡഡ് സാധനം. അത്യാവശ്യം ഗ്രാഫിക്സ് വരുന്ന നല്ല ടൈപ്പ് ആകുമ്പോൾ ഒരു
1,800 2 സ്റ്റാർട്ടിങ് വരുന്നത് ഹെൽമെറ്റിനല്ലേ. ഈ 1,800 വരുന്നത് ഏതാണെന്ന് കാണിക്കോ? നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഫുള്ള് റൈഡേഴ്സാണ്. അപ്പം അവർക്കൊക്കെ വേഗ എന്ന് പറഞ്ഞ ബ്രാൻഡ് വരുന്നത്. വേഗയുടെ അല്ലേ 1800 വരും. പിന്നെ നമുക്ക് നല്ല ബ്രാൻഡ് വരുന്നത് ആക്സോർ വരുന്നുണ്ട്. SMK 5,000 റേഞ്ച് വരുന്ന ഹെൽമെറ്റ്സ് വരുന്നത്. 5,000 റേഞ്ച് വരുന്ന ഹെൽമെറ്റ് ആക്സോർ. ഓക്കെ. നല്ല ക്വാളിറ്റി സാധനമല്ലേ? നല്ല സാധനമാണ്. ഇതെല്ലാം പിന്നെ SMK കളക്ഷൻസ് വന്നിട്ടുണ്ട്. പുതിയ ഗ്രാഫിക്സുകൾ വന്നിട്ടുണ്ട്. SMKയുടെ പുതിയ SMK ഗ്രാഫിക്സ്. എന്ത് വില വരും ഇതിന്? ഇത് 4,100 വരുന്നുണ്ട്. 4,100. ഓക്കെ. 1000 തൊട്ട് എത്ര വരെ ഉണ്ടെന്ന് പറഞ്ഞേ? 1000 മുതൽ ഒരു 5,000 6,000 റേഞ്ച് വരെയുള്ള ഹെൽമെറ്റ് ഇവിടെ ഉണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സിനൻ്റെ ഹെൽമെറ്റിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത്. കാണിച്ചു തരാം. ഏതൊക്കെ ബ്രാൻഡുണ്ട്? SMK, LS2, അല്ലാതെ എല്ലാ ബ്രാൻഡും ഉണ്ടല്ലേ? അത്യാവശ്യം എല്ലാ ബ്രാൻഡും, അതായത് എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡും ഉണ്ട്. ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു ചെറിയ സ്പേസ് ആണ്, അത്ര വലിയ ഷോപ്പൊന്നല്ല, എങ്കിൽ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോ നിങ്ങൾ ഷോപ്പ് വിപുലീകരിക്കാനുള്ള പരിപാടി ഇല്ല അല്ലേ? ഷോപ്പ് 2 റൂമും കൂടെ കിട്ടിയിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ. അപ്പോ റൈഡേഴ്സിന് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ കുറച്ച് റൈഡിംഗ് ഗിയർസും ഹെൽമെറ്റ്സിന്റെ വേറെയും കുറച്ച് ബ്രാൻഡ്സ് വരാനുണ്ട്. അപ്പൊ അതും കൂടെ ചെയ്തിട്ട് 2 ഷട്ടറും കൂടെ ഒരു 1.5 മാസത്തിനുള്ളിൽ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ, ഇവിടെ ഇല്ലാത്തവർക്ക് വേണമെങ്കിലും നമ്മൾ സിനാന്റെ നമ്പർ ഞാൻ കൊടുക്കാം, വേണമെങ്കിൽ കൊറിയർ ചെയ്ത് കൊടുക്കും അല്ലേ? കൊറിയർ ചെയ്യാം നമുക്ക് സാധനങ്ങൾ ഓർഡർ തന്നു കഴിഞ്ഞാൽ. അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സിനാന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജിൽ നമ്മൾ അപ്ഡേഷൻ നടത്തുന്നുണ്ടല്ലേ? നിന്റെ പ്രൊഫൈൽ തന്നെ അല്ലേ? അല്ല, ഷോപ്പിന്റെ പേജ് ഉണ്ട്. ഓക്കെ, അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിനകത്ത് അറിയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിവിടുത്തെ കളക്ഷൻ. പിന്നെ ഷാഫി ഹെൽമെറ്റ് ഒക്കെ നോക്കുന്നുണ്ടല്ലോ, എന്തോ പരിപാടി? കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു കളറ്. ഇതേന്റെ അത് SMKന്റെ ഡബിൾ വൈസർ അല്ലേ? ഇല്ല, ഉള്ളിൽ ഒരു വൈസറും കൂടെ വരുന്നുണ്ട്. 4,500 കോസ്റ്റ് വരുന്നത്. 4,500 അല്ലേ? ഫുൾ സെറ്റപ്പ് ആണല്ലോ. അങ്ങനെയല്ല, അകത്തൊരു വൈസർ അല്ലേ? ഓക്കെ. ഡബിൾ വൈസറിന് SMKയുടെ അല്ലേ? SMKയുടെ 4,100 അല്ലേ? 4,500. സൂപ്പർ കളർ, സംഭവം അടിപൊളി കേട്ടോ. നല്ല ലുക്ക് ഉണ്ടല്ലോ കാണാൻ. ഇഷ്ടപ്പെട്ടോ ഷാഫിക്ക്? പക്ഷെ സ്കൂട്ടറിന്റെ കൂടെ ചേർത്തില്ല കേട്ടോ. സ്കൂട്ടറിന്റെ ടൈപ്പ് ഹെൽമെറ്റ്സ് ഒക്കെ ഇപ്പുറത്താട്ടോ. ഇതൊക്കെയാണ് ലേഡീസിനും പിന്നെ അല്ലേ സ്കൂട്ടർ ഉപയോഗിക്കുന്നവർ കൂടുതൽ. സ്കൂട്ടറിന് വെച്ചാൽ ഡിയോയ്ക്കൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാം. ഡിയോ സ്കൂട്ടർ അങ്ങനത്തെ ഇപ്പോഴത്തെ സ്കൂട്ടറിനൊക്കെ ഇത് ഉപയോഗിക്കാം. നോർമൽ ലേഡീസ് ടൈപ്പ് സ്കൂട്ടറിനെ ഉള്ളു ഇങ്ങനത്തെ ടൈപ്പ്. ഇല്ലില്ല, ഡ്യൂക്ക് മറ്റേ എൻറ്റോർക്കിനകത്തൊക്കെ ഇങ്ങനത്തെ ഹെൽമെറ്റ് യൂസ് ചെയ്ത് നല്ല ഭംഗിയാണ്. വണ്ടിയേക്കാൾ കൂടുതൽ നമ്മള് ഹെൽമെറ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എല്ലാവരും. അല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും സേഫ്റ്റി അല്ലേ? ഹെൽമെറ്റ് മതി, ലോക്കൽ ടൈപ്പ് ആരും കൊണ്ടുവന്നില്ല. എടാ, അത് നല്ല കംഫർട്ടബിൾ ആണ്. ഇതിനകത്ത് ഹെൽമെറ്റ് ഇടുമ്പോഴേ അതിന്റെ സുഖം അറിയത്തുള്ളൂ അല്ലേ? നല്ല കംഫർട്ടബിൾ ആണ്. ലോങ് ഡ്രൈവ് പോകുമ്പോഴാണ് ഹെൽമെറ്റിന്റെ, സത്യമായിട്ടും ലോങ് ഡ്രൈവ് പോകുമ്പോഴാണ് ഹെൽമെറ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് തന്നെ അറിയുന്നത്. നമ്മളെല്ലാവരിലും പ്രൊട്ടക്ട് ചെയ്യും അല്ലേ? ആ കാലാവസ്ഥയെന്നും എല്ലാ കാര്യത്തിലും പെട്ടു. എപ്പോഴും നല്ലൊരു ഹെൽമെറ്റ് നോക്കി എടുക്കുന്നത് ബെസ്റ്റാ. ഇച്ചിരി വില കൊടുത്താലും നല്ല നോക്കി എടുക്കുന്നത് നല്ലത്. എനിക്കൊരു നല്ല ഹെൽമെറ്റ് വാങ്ങണം. പിന്നെന്താണ് സിനാനോട് ഉള്ളത്? പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ താഴെ. ഇതൊക്കെ മറ്റേ വിൻവൈസറൊക്കെ അല്ലേ? ഡബിൾ വൈസേഴ്സ്. പിന്നെ മീറ്റർ എന്തോ സംഭവം? RPM മീറ്റർ ആണ്. എക്സ്ട്രാ വണ്ടിക്ക് ചെയ്യാൻ വേണ്ടി. ഇത് ബുള്ളറ്റിന് ചെയ്യുന്നതാണോ? അല്ലല്ല, എല്ലാ വണ്ടിക്കും ചെയ്യാം. പിന്നെ ഇതൊക്കെ ഫോഗ് ലാംപ്സ് അല്ലേ? ഫോഗ് ലാമ്പ് ഒക്കെ എങ്ങനെയാ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ടിങ് വരുന്നൊരു 300-400 സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 300 വർഷം ഉണ്ടല്ലേ? ഇത് നമ്മളെ ബുള്ളറ്റിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ അംജിത്തിന്റെ പഴയ വണ്ടിക്ക് ഉണ്ടായിരുന്നത് അല്ലെ? ബുള്ളറ്റിലൊക്കെ ബുള്ളറ്റ് കയറ്റുന്നത്. പിന്നെ ഹോണും സംഭവങ്ങളും, പിന്നെ റൈഡിങ് ഗിയേഴ്സിന്റെ റൈഡിങ് ഗിയേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ജാക്കറ്റ്സ്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ സംഭവം. നമ്മളെ ക്യാഷ് കാർഡും കാര്യങ്ങളും. അധികം ബുള്ളറ്റിന്റെ സാധനങ്ങളാണോ? അങ്ങനെ മെയിൻ അല്ലേ? ബുള്ളറ്റാണ് മെയിൻ അല്ലേ? ഇവിടെ എങ്ങനെ ബത്തേരിയിൽ ബുള്ളറ്റൊക്കെ ഒരുപാടുണ്ടോ? നമ്മളവിടെ 2 ഷോറൂം ഉണ്ട്. അത്യാവശ്യം വണ്ടി ഇറങ്ങുന്നുണ്ടല്ലേ? ഇപ്പൊ ഹിമാലയനൊക്കെ ഇവിടെ ഹിമാലയൻ ഓഫ് റോഡിന് ബെസ്റ്റ് ആയതുകൊണ്ട് ചെക്കന്മാരെ ഇറക്കുന്നുണ്ട്. ഹെൽമെറ്റിന്റെ മേളിൽ ഇങ്ങനെ വെക്കത്തില്ലേ?
ഹെൽമെറ്റ് മോഡിഫിക്കേഷൻ ആണ്. പക്ഷെ അത് ഇത് ലീഗലാണോ ഇങ്ങനെ വെക്കുന്നത്? കാണുമ്പോൾ ലീഗലൊന്നല്ല. അത് ശരി. ആ അത് മറ്റേ പക്ഷിയുടെ ഒക്കെ മേളിലുള്ള പോലെ, കോഴിയുടെ ഒക്കെ ഉള്ള പോലെ തോന്നും അല്ലേ? ആ ഒരു ടൈപ്പ് സംഭവമാണ് കേട്ടോ. ഇതെന്താ സംഭവം? ആ അതാണല്ലേ. ആ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നടന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഹിപ്പ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ സ്പ്രേ ആണോ? പെയിന്റ് ആണോ? ഓക്കെ, ചെയിൻ ലൂബ് ക്ലീനർ വരുന്നുണ്ട്. ആ അത്രയും കാര്യങ്ങളൊക്കെ ആണല്ലേ. പിന്നെ ഇവിടെ എല്ലാം കീ ചെയിൻ ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. കീ ചെയിനും കാര്യങ്ങളും എല്ലാം ആയിട്ട്. പിന്നെ കണ്ണാടിയുണ്ട്, മിറേഴ്സൊക്കെ ഉണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ സിനാൻ്റെ ഔട്ട്ലാ പിറ്റ് ഷോപ്പിലുള്ള കേട്ടോ. അപ്പം നമ്മളിന്ന് ഇവിടെ വന്ന്, ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, നമ്മളെ കൂട്ടുകാരനാണ് സിനാൻ. അപ്പം നമ്മളിവിടെ വന്നപ്പം സിനാനാണ് നമ്മൾ ആദ്യം വിളിച്ചത്. നമുക്ക് ഇവിടെ അടുത്ത് പരിചയമുള്ള ആൾ സിനാനാണ്. അപ്പം എന്തായാലും ഇവിടെ വന്നതും സിനാനെ കണ്ടതും. ആ അതെ അതെ, ഇനിയും വരും അല്ലേ ഷാഫി? എങ്ങനെയുണ്ട് വയനാടൊക്കെ? ഇഷ്ടപ്പെട്ടോ ഷാഫിക്ക്? വയനാട് ആക്ച്വലി നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ എല്ലായിടത്തും പോകാൻ പറ്റുന്നില്ല കേട്ടോ ഗൈസ്, അതാണ് നമ്മുടെ മെയിൻ പ്രോബ്ലം. എല്ലായിടത്തും ക്ലോസ്ഡ് ആണല്ലേ. ഇപ്പൊ വയനാട് പഴയ രീതിയിലൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വെറുതെ ഇരിക്കുന്നതിനേക്കാളും ഇങ്ങനെ വന്ന് ഈ വയനാട്ടിലെ റോഡും കാര്യങ്ങളും മലകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും ഇപ്പൊ നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ സിനാൻ ഓക്കെ, എന്തായാലും ബിസിനസ് ഒക്കെ നടക്കട്ടെ. പിന്നെ എങ്ങനെയുണ്ട് ഇപ്പം ബിസിനസ് ഒക്കെ? അത് പറയാൻ പറ്റുമോ? ബിസിനസ് കുഴപ്പമില്ല, നമ്മൾ ആവറേജ് സെയിൽ നടത്തി പോകുന്നുണ്ട്. കൊറോണ അത്ര വലിയ രീതിയിൽ നമ്മളെ ബാധിച്ചിട്ടില്ല. ഓക്കെ, ശരി എന്നാ, താങ്ക് യു. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഒക്കെ അവസാനിപ്പിച്ച്, സിനാന്റെ ഷോപ്പൊക്കെ കണ്ടല്ലോ. അപ്പൊ നമ്പറൊക്കെ കൊടുക്കാം കേട്ടോ, നിങ്ങൾ വിളിച്ചാൽ മതി. അവന്റെ ഷോപ്പാണ് ഔട്ട്ലാ പിറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട്. സോ ഇന്നത്തെ പരിപാടി ഷാഫി നേരെ പോയി റൂമിൽ പോവാണ്. നമ്മൾ റൂമിൽ പോയിട്ട് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അടിപൊളി ഒരു ഇവിടുത്തെ, അതായത് അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു കിടിലൊരു സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എനിക്കൊന്ന് അധികമൊന്നും ആരും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞത്. നമ്മുടെ കൂടെ സിനാനുണ്ട്, സിനാൻ നമുക്ക് കാണിച്ചു തരും. നല്ല കിടിലൻ സ്പോട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ അല്ലേ? ബൈ.